വലതുപക്ഷ ഹിന്ദു പാർട്ടിയായ ബി.ജെ.പിയുടെ ഉയർപ്പിന് കാരണമായ ബാബറി മസ്ജിദ് തകർത്ത സംഭവം നടന്ന നാട്ടിൽ ഒരിക്കൽ കൂടി പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യോഗി ആദിത്യനാഥ്. ഗുജറാത്തിനു ശേഷം ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാലയായി ഉത്തർപ്രദേശിനെ മാറ്റാനാണ് ബി.ജെ.പി നീക്കം. ഉത്തർപ്രദേശിന്റെ മണ്ണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലൂടെ ഇതിന് പാകമായെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഹിന്ദുമതത്തിന് പുറത്തുനിന്നുള്ള ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കാതെ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം നേടിയത് ഇതിന്റെ ദൃഷ്ടാന്തമായി ബി.ജെ.പി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഹിന്ദുത്വ അജണ്ടയുടെ തീവ്രപ്രയോഗം സാധ്യമാകുന്ന നേതാവിനെ വേണമെന്ന ചിന്തയാണ് യോഗിയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതുവരെ വിശ്രമമില്ല. സൂര്യ നമസ്കാരം ചെയ്യാൻ മടിക്കുന്നവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന 2 പ്രസ്താവനകൾ തന്നെ മതി യോഗി ആദിത്യനാഥിന്റെ സമീപനം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ RSS എടുത്ത നിലപാടും യോഗിക്ക് അനുകൂലമായി. വികസനത്തിന് അപ്പുറം രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ അജണ്ടകൾ യോഗി ആദിത്യനാഥിലൂടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് RSS കണക്കുകൂട്ടുന്നു. അതോടൊപ്പം സംവരണ വിരുദ്ധ നിലപാടും യോഗി ആദിത്യനാഥിൽ നിന്ന് RSS പ്രതീക്ഷിക്കുന്നു. മിത നിലപാടുകളുള്ള സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, ലക്നോ മേയർ ദിനേശ് ശർമ്മ എന്നിവരെ ഉപമുഖ്യമന്ത്രിയാക്കിയതിലൂടെ തീവ്ര ഹിന്ദു സർക്കാർ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കാതെ യോഗി ആദിത്യനാഥിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ബി.ജെ.പി കണക്കുകൂട്ടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.